പാകിസ്ഥാനിൽ ബലൂജ് ലിബറേഷൻ ആർമി ട്രെയിൻ ആക്രമിച്ച് ബന്ദികളാക്കിയ 104 ആളുകളെ പാക് സൈന്യം മോചിപ്പിച്ചു എന്ന ശുഭകരമായ വാർത്തയുണ്ട്. 100-ലേറെ ആളുകൾ ഇപ്പോഴും അവരുടെ ബന്ദികളാണ്. 30 പാക് സൈനികരും 16 ബലൂജ് ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. പി ജെയിംസ് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. ഓക്കെ ജെയിംസെ, വരുന്ന വാർത്ത ഇത്തിരി അപകടകരമാണ്. തീർച്ചയായിട്ടും എസ്കേൻ, ഒരുപക്ഷെ ഒരു രാജ്യത്ത് അവിടുത്തെ മിലിറ്റന്റ് ഓർഗനൈസേഷൻ തന്നെ ഒരു ട്രെയിൻ ബന്ദിയാക്കി വെക്കുക എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പോലും അത് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. ഈ ബലൂജ് ലിബറ ആർമി എന്ന പേരിലുള്ള മിലിറ്റൻ്റ് ആയിട്ടുള്ള ഭീകരവാദ സംഘടനയായിട്ട് പാകിസ്ഥാൻ മുദ്രകുത്തിയിട്ടുള്ള സംഘടന വളരെ നാടകീയമായിട്ടാണ് ക്വറ്റയിൽ നിന്ന് പെഷ്വാറിലേക്ക് പോയ 450 ട്രെയിൻ യാത്രക്കാരുമായിട്ട് പോയ ട്രെയിനാണ് അവർ തടഞ്ഞ് ആക്രമിച്ച് അവരെയൊക്കെ മുഴുവൻ ആൾക്കാരെയും ബന്ദികളാക്കി വെച്ചത്. 450 പേരുണ്ടായിരുന്നു. അതിൽ 214 പേര് ഒഴികെയുള്ളവരെ അവർ വിട്ടയച്ചു. 214 പേരെ അവർ ബന്ദികളാക്കി വെക്കുകയും അതിൽ ആർമി ഓഫീസേഴ്സ് അടക്കം പാക് സൈന്യത്തിലെ അംഗങ്ങളടക്കം ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അവരെ മാത്രം അവിടെ നിലനിർത്തി. പിന്നീട് പാക് സൈന്യം പല മേഖലകളിൽ നിന്ന് അവർ ആക്രമണം നടത്തി. ഹെലികോപ്റ്റർ വഴി ആക്രമിച്ചു, മറ്റു തരത്തിലൊക്കെ ആക്രമിച്ചു. പക്ഷേ ഒരുപാട് പാക് സൈനികരെ ബന്ദികളാക്കി വെക്കുകയാണ് ചെയ്തത് എന്ന വാർത്തയാണ് പിന്നീട് വന്നത്. എന്തായാലും ഏറ്റുമുട്ടൽ നടന്നു. അതിൽ 30 പാക് സൈനികർ കൊല്ലപ്പെട്ടു. 16 ബലൂജ് ആർമിയുടെ അവരുടെ ലിബറേഷൻ ആർമിയുടെ സൈനികരെന്ന് അവർ അവകാശപ്പെടുന്നവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവർ ലിബറേഷൻ ഫ്രണ്ട് എന്നാണ് പറയുന്നത്. വിമോചന സേനാനികൾ എന്നാണ് പാകിസ്ഥാനെതിരെയുള്ള ആ സംഘടന പറയുന്നത്. എന്തായാലും എസ്കെയിൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയൊരു സംഭവവാസം 214 പേരിൽ 104 പേരെ മോചിപ്പിച്ചു എന്ന് പാക് സൈന്യം പറയുന്നു. ഇനിയും 110 പേർ ഈ ബലൂജ് ആർമിയുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നു. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ മൊത്തം ഞെട്ടിയിരിക്കുകയാണ്. നേരത്തെയും ഇതുപോലുള്ള ശ്രമങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എസ്കെയിൻ. 2018 ഈ ബലൂജ് ലിബറേഷൻ ആർമി തന്നെ ഒരു വിമാനത്തിന് 2 സ്ഥലത്ത് അവർ സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു. പക്ഷേ ആ യാത്രക്കാരുടെ ഭാഗ്യം കൊണ്ട് ആ ട്രെയിൻ എത്തുന്നതിന് 200 വാര മുൻപേ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അല്ലെങ്കിൽ അന്ന് ഒരുപാട് പേർ കൊല്ലപ്പെടുമായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഏറ്റവും വലിയ സംഭവമാണ് ഇപ്പോൾ ഹോസ്റ്റേജ് ക്രൈസിസ്, ബന്ദി നാടകം എന്ന പേരിൽ നടന്നിരിക്കുന്നത്. ഇപ്പോഴും 100-110 പേർ അവരുടെ പിടിയിൽ തന്നെയുണ്ട്. പാകിസ്ഥാൻ സൈനികരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം ചർച്ചകൾ നടത്തുന്നുണ്ട്. അവർ പറയുന്നത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരുപാട് പ്രവർത്തകരെയും ആക്ടിവിസ്റ്റുകളെയും പാക് സൈന്യം കൈവശം വെച്ചിരിക്കുകയാണ്. അത് അനധികൃതമായിട്ട് അവരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഇന്ത്യക്കാർക്കെതിരെ പാകിസ്ഥാൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം കൂടിയാണ് എസ്കെയിൻ. ബലൂജ് ലിബറേഷൻ ആർമിക്ക് വലിയ പിന്തുണ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്ത്യ അത് വളരെ ശക്തമായിട്ട് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എല്ലായിടത്തും ഈ ഭീകരവാദം ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അറിയപ്പെടുകയാണ്. കാശ്മീരിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും മുംബൈ സ്ഫോടന കേസ് അടക്കം പാകിസ്ഥാൻ നേരിട്ട് കൈകാര്യം ചെയ്തതാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ആരോപണമല്ല, അത് യാഥാർത്ഥ്യമായിട്ട് പിന്നീട് അത് തെളിയുകയും ചെയ്തതാണ്. കോടതിയിൽ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ പാകിസ്ഥാൻ എന്നും ഇതിന് വലിയൊരു വിളഭൂമിയായിട്ട് നിൽക്കുന്നു. ഈ ബലൂജ് ആർമിയുടെ മാത്രമല്ല, പാക് താലിബാനെ സംബന്ധിച്ചിടത്തോളം താലിബാൻ്റെ പിന്തുണയോടുകൂടി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പോലീസുകാരെയും സൈനികരെയും കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വലിയ വാർത്തകൾ ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും വലിയ സുഹൃത്തുക്കളായിരുന്നു ഇന്ത്യക്കെതിരെ. അപ്പോൾ അവർ തമ്മിൽ 2 പക്ഷത്തായി നിൽക്കുകയാണ്. ഇപ്പോൾ പാക് താലിബാൻ വലിയ തരത്തിൽ പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടക്കുന്നു. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനത്തിന്റെ മേഖലയായി മാറിയിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വി ജെയിംസ്. നമുക്ക് വീണ്ടും കാണണം. നമുക്ക് വിദേശ വാർത്തകൾ ചിലതൊക്കെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. വി വിശ്രമിക്കൂ. നല്ല സാധാരണ എങ്ങനെ രാവിലെ എന്താ കഴിക്കുന്നത്? കട്ടൻ ചായയാണോ? കട്ടൻ കാപ്പിയാണ്. കട്ടൻ കോഫിയാണ്. 2 കട്ടൻ കോഫി, 2 ദോശയും 1 പരിപ്പുടയും കഴിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 13 മിനിറ്റും 2 സെക്കൻഡും.